നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ ഒരു തുക തടസ്സപ്പെട്ടിട്ടുള്ള ആളുകൾ എന്നിവരെല്ലാവരും തന്നെ ഈ ഒരു ഇൻഫർമേഷൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഒരു അറിവ് പകർന്നു കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസംബർ മാസം മുതൽ 22ാം ഗഡുവിന്റെ സമയം ആരംഭിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അർഹരായിട്ടുള്ള കൂടുതൽ ആളുകളെ ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളാക്കുവാനും ഈ ഒരു ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ചില വിഭാഗക്കാരെ ഒഴിവാക്കാനുമുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിയിലേക്ക് പുതിയ അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസരമുണ്ട്. പുതിയ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു അടുത്ത കാലത്ത് വാങ്ങിയ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് പേര് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുകയില്ല. പദ്ധതി ആരംഭിച്ച സമയത്ത് അന്ന് കൃഷിഭൂമി ഉണ്ടായിരുന്ന നിരവധി കർഷകർ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കർഷകർക്കാണ് ഇപ്പോൾ കിസാൻ സമ്മാൻ നിധി എന്ന ഈ ഒരു പദ്ധതിയിലേക്ക് പുതിയ അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസരമുള്ളത്. PM കിസാന്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അതായത് 2018 വരെ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് ഇപ്പോൾ അപേക്ഷകൾ നൽകുവാനുള്ള സമയപരിധിയുണ്ട്. അതിനായി 2018, 2019 കരമടച്ചത രസീതിന്റെ പകർപ്പും ഇതിനായി അപ്ലോഡ് ചെയ്യണം. മാത്രമല്ല ആ ഒരു ഭൂമി ഇപ്പോഴും അപേക്ഷകന്റെ കൈവശമുള്ളതാണെന്ന് തെളിയിക്കുന്നതിനായി ഈ വർഷത്തെ കരമടച്ച രസീത് കൂടി അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഭൂമിക്ക് പരിധി നിശ്ചയിച്ചിട്ടില്ല. കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ഒരു പദ്ധതി. റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, കരമടച്ച രസീത് എന്നിവയാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ. ആധാർ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കണം. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ CSC സെന്ററുകൾ വഴിയോ ആണ് അപേക്ഷകൾ നൽകേണ്ടത്. ആധാറുമായി മൊബൈൽ നമ്പർ ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ OTP ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ആധാർ അധിഷ്ഠിതമായാണ് തുക വിതരണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒരു കുടുംബത്തിന് ഒരംഗത്തിന് മാത്രമേ അപേക്ഷ സമർപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. സർക്കാർ പൊതുമേഖലാ ജീവനക്കാരും പെൻഷൻകാരും ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ, പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആളുകൾ, നഗരസഭ ചെയർമാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതല്ല. കൂടുതൽ പേർക്ക് കൂടുതൽ PM കിസാൻ ആനുകൂല്യം നൽകുന്നതിനുള്ള നടപടികൾക്കൊപ്പം തന്നെ അനർഹമായി ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുന്ന നടപടിയും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. അനർഹമായി ആനുകൂല്യം കൈപ്പറ്റിയവരിൽ നിന്നും 416 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ ഈ ഒരു അടുത്തിടെ തിരിച്ചു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരേ കുടുംബത്തിലെ ആളുകൾ അനർഹമായി ഒരു ആനുകൂല്യം നേടിയെടുക്കുന്നുവെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ 25 ലക്ഷത്തിലധികം അക്കൗണ്ടുകളാണ് രാജ്യവ്യാപകമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് അനർഹമായി കണ്ടെത്തിയ ആനുകൂല്യം പിടിച്ചെടുത്ത് അവ തിരിച്ചു നൽകാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശം നൽകിയത്. കേരളത്തിൽ തന്നെ 7694 കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റിയതായി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയിരുന്നു. അപ്പൊ തീർച്ചയായും അർഹതാ മാനദണ്ഡങ്ങൾ പാലിച്ച് 2018 വരെ കൃഷിഭൂമി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ നൽകുവാനുള്ള അവസരമുണ്ട്. ഇനി 22ാം ഗഡുവാണ് ഗുണഭോക്താക്കളിലേക്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോകുന്നത്. 4 മാസത്തെ ഇടവേളകളിലായി 2000 രൂപ വെച്ച് ഒരു വർഷത്തിൽ 6000 രൂപയാണ് സൗജന്യമായി അക്കൗണ്ടുകളിൽ ലഭ്യമാകുന്നത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്.